ശശീന്ദ്രൻ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയം അതിലേക്ക് കോഴിക്കോട് അതിലേക്ക് പോവുകയാണ്. ഞാൻ തിരിച്ചെത്താം. അല്ല, നമ്മൾ ഒരു സ്പെഷ്യൽ കമ്മിറ്റി വെക്കാൻ തീരുമാനിച്ചിട്ടുണ്ടല്ലോ. ഞാൻ രാവിലെ പറഞ്ഞല്ലോ, ഒരു 5 അംഗ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. ഈ നടന്നിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും പരിശോധിച്ച് എന്തെങ്കിലും സംശയം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് പരിശോധിച്ച് അത്തരം സംശയങ്ങൾ മനഃപൂർവ്വമാണെങ്കിൽ നടപടിയെടുക്കാൻ, അല്ലെങ്കിൽ ഭാവിയിലെ പ്രവർത്തനത്തിന് മാർഗദർശനം നൽകാനുള്ള സഹായമായ വിധത്തിലുള്ള നടപടികളായിരിക്കും സ്വീകരിക്കുക. ഉണ്ട്. അതെ അതെ. കാരണം അതല്ല, നമ്മൾ ഇതുവരെ നടത്തിയ നടപടികളെല്ലാം കഴിഞ്ഞ ദിവസം രാത്രി 10 മണി വരെ നിങ്ങളുടെയൊക്കെ സാന്നിധ്യത്തിലാണ് എല്ലാ കാര്യങ്ങളും അവിടെ നടന്നത്. അപ്പോൾ ഇനി നടക്കുന്നതും ആരെങ്കിലും രഹസ്യമായിട്ട് നടത്തണം. പോസ്റ്റ്മോർട്ടം നടത്തുമ്പം 2 സംസ്ഥാനത്തിൻ്റെയും പ്രതിനിധികൾ അതാത് സമയത്ത് ചർച്ച ചെയ്ത് അതിനനുസരിച്ച് മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചത്. അതിൻ്റെ ഭാഗമായാണ് ഈ 5 ഓഫീസർമാർ അവിടെ എത്തിയിട്ടുള്ളത്. അതെ അതെ. അല്ല, ഗവൺമെൻറ് വനം വകുപ്പിൻ്റെ മുമ്പിൽ വന്നിട്ടുള്ള പ്രശ്നം അവിടുത്തെ ജനങ്ങളുടെ ആൻസൈറ്റിയും അവരുടെ ഒരു സമ്മർദ്ദമല്ലാതെ വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. നമുക്ക് ഇന്ന് തന്നെ തീർക്കണമെന്നുള്ളൊരു സമ്മർദ്ദം എന്ന് പറയുന്നത് ജനങ്ങളുടെ ഭയാശങ്കകൾ മാത്രമാണ്. ആ ഭയാശങ്കകൾ എത്രയും പെട്ടെന്ന് ദൂരീകരിക്കണമെന്ന താല്പര്യം മാത്രമാണ് വനംവകുപ്പിനുണ്ടായിട്ടുള്ളത്. മറ്റു തരത്തിലുള്ള സമ്മർദ്ദമൊന്നും ഉണ്ടായിട്ടില്ല. ഇല്ല, അത് ഞാൻ പറഞ്ഞു രാവിലെ, അത് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു. നമ്മൾ ആദ്യം ശ്രമിച്ചത് പരമ്പരാഗത രീതിയിലുള്ള ശ്രമങ്ങളിലൂടെ ഈ അന്ന് 3 ആനകളാണ് ഒരുമിച്ചുണ്ടായിരുന്നത്. 3 ആനകളെയും കാട്ടിലേക്ക് തിരിച്ചയക്കാനായിരുന്നു. ആ ശ്രമം ഭാഗികമായി മാത്രമേ വിജയിച്ചുള്ളൂ. 2 ആനകൾ തിരിച്ചു പോക്കുകയും ഈ തണ്ണീർക്കൊമ്പൻ എന്ന് പറയുന്ന ആന വീണ്ടും അവിടെ തന്നെ നിലയുറപ്പിക്കുകയും ചെയ്തു. രണ്ടാമത് എന്താ ചെയ്യാനുള്ളത്? കുങ്കിയാനകളെ ഉപയോഗിച്ചുകൊണ്ട് ആ ശ്രമം വിജയിപ്പിക്കാൻ കഴിയുമോ എന്ന പരിശോധനയായിരുന്നു. ആ പരിശോധനയിലും വിജയം കൈവരിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ വരുമ്പോഴേക്കും വാർത്താമാധ്യമങ്ങളും ജനങ്ങളും കൂടുതൽ ഉത്കണ്ഠാകുലരാകുകയും ഇതെന്ന് തീരും, 7 മണിക്കൂറായിട്ടും ഒന്നുമായില്ല എന്ന നിലക്കാണ് കാര്യങ്ങൾ ഫോക്കസ് ചെയ്യപ്പെട്ടത്. അപ്പോൾ അത് ജനങ്ങളിൽ അക്ഷമ, മാധ്യമപ്രവർത്തകരിലും അക്ഷമ എന്ന് വിചാരിച്ച് നടപടിക്രമങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെ തന്നെയാണ് കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. അല്ല, ഫസ്റ്റ് കണ്ടത് നമ്മുടെ ബോർഡറിലേക്ക് എത്തിയ സമയത്താണ് നമുക്ക് വിവരം കിട്ടുക. കേരള അതിർത്തിയിൽ കയറിയതിന് ശേഷം. അല്ല, നമ്മുടെ ആളുകൾ വിവരം അറിഞ്ഞത് നമ്മൾ ആ സ്പോട്ടിൽ എത്തണ്ടേ. അതിൻ്റെ ഒരു താമസം വരുമ്പോൾ ആന സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുകയാണല്ലോ. ആന അങ്ങനെ നിൽക്കുകയല്ലല്ലോ ചെയ്യുന്നത്. നമുക്ക് വിവരം കിട്ടിയപ്പോൾ നമുക്കൊരു ടീം അവിടെ പോകണ്ടേ. ഒരാൾ പോയിട്ട് കാര്യമില്ലല്ലോ. ആ ടീമിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ടീമിനായിട്ട് പോകുമ്പോൾ ടീം അവിടെ എത്തുമ്പോഴേക്കും 6 മണി 7 മണി ആയല്ലോ. ആ സമയത്തും ആന സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുകയാണല്ലോ. ശരിയെന്നാ. തീർച്ചയായും റേഡിയോ കോളർ ധരിപ്പിച്ചതിലെ അപകടത്തെ സംബന്ധിച്ച്, മീൻസ് വീഴ്ചയെ സംബന്ധിച്ച്, റേഡിയോ കോളർ തിരിച്ചറിയുന്നതിലെ വീഴ്ചയെ സംബന്ധിച്ച് കൂടി കെ ശശീന്ദ്രൻ പറയുന്നത് ഇങ്ങനെയാണ്. അവിടേക്ക് ആ വനസംഘം എത്തേണ്ടതില്ലേ, അത് ആന സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ എന്നൊക്കെയാണ് എ കെ ശശീന്ദ്രൻ പറയുന്നത്. ഞാൻ ലോറൻസിലേക്ക് തന്നെ എത്തിയാൽ, ലോറൻസ്, ഈ വാക്കുകൾക്കിടയിൽ കൃത്യമാകുന്നൊരു വാക്കുണ്ട് എ കെ ശശീന്ദ്രൻ്റേത്. കാരണം ജനങ്ങളുടെ സമ്മർദ്ദം, അവരുടെ ജീവൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട ജനങ്ങളുടെ സമ്മർദ്ദമാണ് ഇത്ര ദ്രുത വേഗത്തിൽ നടപടി സ്വീകരിക്കാൻ വനം വകുപ്പിനെ കൊണ്ട് നിർബന്ധിച്ചത്. അതായത്